ഇരിക്കാൻ വേണ്ടി നമ്മുടെ സ്ത്രീ തൊഴിലാളികൾ സമരം ചെയ്ത നഗരമാണ് കോഴിക്കോട്. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും സ്ഥിതി വലിയ മാറ്റമില്ല എന്നതാണ് അവസ്ഥ. വിജയസി നേരത്തെ വലിയ സമരം നടത്തിയല്ലോ, ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം. ആ സമരം അന്ന് ഭയങ്കരമായി ശ്രദ്ധിക്കപ്പെട്ടു. അപ്പം തൊഴിലാളികളുടെ അവസ്ഥ എന്താ ശരിക്കും? ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് സർക്കാരൊക്കെ ഒരുപാട് ഭേദഗതികളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും മുതലാളിമാർ വെല്ലുവിളിക്കുന്ന സ്റ്റൈൽ തന്നെയാണ് തൊഴിലാളികളോട്. ഞങ്ങൾ ഇരിക്കാനല്ല ശമ്പളം തരുന്നത് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നില്ല. നമ്മളോട് വെല്ലുവിളിക്കുക, നിങ്ങൾ എന്നാലും അങ്ങനെ കസ്റ്റമേഴ്സ് വരുമ്പം എണീച്ച് നിന്നോട്ടെ, ഇല്ലാത്ത സമയങ്ങളിലൊരു ഇടവേളകളിലൊക്കെ ഇരിക്കാൻ വേണ്ടി സർക്കാർ വരെ തീരുമാനം എടുത്തതാണ്. പക്ഷേ അതിനൊക്കെ കാറ്റിപ്പറപ്പിച്ചിട്ടാണ് ഇന്നും തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സങ്കടമാണ്. കാരണം യൂണിയന് ഇവർക്ക് തൊഴിൽ കൊടുക്കാനൊന്നും പറ്റല്ലോ, നിലനിൽപ്പല്ലേ പ്രധാനം. മുതലാളിമാരോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എത്രമാത്രം അവരത് മനസ്സിലാക്കി അവരെ പെട്ടി നിറയ്ക്കുക. അവർ ഒരു മൂത്രം വെച്ചാലും വേണ്ടില്ല, ഇരുന്നില്ലെങ്കിലും പ്രശ്നമല്ല, ഞങ്ങളെ ലാഭം കിട്ടണം. അത് ഏത് വഴിക്കാലും തൊഴിലാളികളെ ചൂഷണം ചെയ്തിട്ട് ആയാലും മതി, എങ്ങനെ നോക്കിയാലും ഓരോ പെട്ടിന്ന് അറിയണം. കാരണം സ്റ്റുഡിയോ പോലുള്ള ഷോപ്പിലൊക്കെ ഒന്ന് പോയി നോക്കി, കസ്റ്റമേഴ്സിനും ഇല്ല തൊഴിലാളിക്കും ഇല്ല ഒരൊറ്റ സ്റ്റൂള്, അല്ല ഇരിക്കാനുള്ള ഇരിപ്പിടം. എന്തായാലും ഇരിക്കാനുള്ള അവകാശം നമ്മളുടെ തൊഴിലാളികൾക്കെല്ലാം വേണം. അതിനു വേണ്ട സജീവമായ ഇടപെടൽ ഉണ്ടാവണം എന്ന ആവശ്യം കോഴിക്കോട്ട് നിന്ന് ഇപ്പോഴും ശക്തമായിട്ട് ഉയരുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ ഡയറി യാത്ര തുടരുകയാണ് കോഴിക്കോട്ട്.